കർക്കിടക മാസത്തിൽ ദേഹരക്ഷയ്ക്കായിട്ട് നമ്മൾ ഉലുവക്കഞ്ഞി കഴിക്കാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് മല്ലിക്കഞ്ഞി. അപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് മല്ലിക്ക് പറയുന്നത് കൊത്തമ്പാരി എന്നാണ്. അപ്പോൾ നമ്മൾ കൊറിയാണ്ടർ സീഡ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉള്ള സാധനമാണ് ഈ മല്ലി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അത് മല്ലിപ്പൊടിയാക്കിയിട്ട് നമ്മൾ കറികൾക്ക് ഉപയോഗിക്കുന്നതാണ്. എന്നാലും മുഴുവനായിട്ടുള്ള മല്ലി വെച്ചിട്ട് ഇതുപോലെ ഒരു മല്ലിക്കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറക്കാനും അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാനും നമ്മളെ ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണെന്ന് തന്നെ പറയാം മല്ലി. അതുകൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിന് ആവശ്യമായ എല്ലാ വൈറ്റമിൻസും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മല്ലിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ 2 പേർക്കുള്ള അളവിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന കഞ്ഞിയാണ്. അപ്പോൾ 2 പേർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ് പച്ചരി മതിയാകും. അതുപോലെ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ഇതാ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 മണിക്കൂർ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുതിർത്ത് വെക്കണം. അപ്പോൾ കുതിർത്ത് വെച്ചാൽ മാത്രമേ നമ്മൾക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പച്ചരി ഇതാ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ പച്ചരിയും കുതിർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മല്ലീൻ്റെ കൂടെ തന്നെ അങ്ങ് കുതിർത്ത് വെക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ചധികം സമയം ഒന്ന് കുക്കറിലിട്ട് വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ കഴുകിക്കൊണ്ടുവന്ന പച്ചരി ഇതാ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പച്ചരി വേവുന്ന സമയം നമുക്ക് ഈ മല്ലി ഒന്ന് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അതിന് മുന്നേ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ഈ മല്ലിയും കൂടി ഒന്ന് നമ്മൾ വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ജീരകം ഇഷ്ടമാണെങ്കിൽ ഇതിലൊരു നുള്ളു ജീരകവും ചേർക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്താണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മളെ പച്ചരി നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാകും. ഒരുപാട് അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് അടിഞ്ഞു പോയി കഴിഞ്ഞാലും കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അത്യാവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മല്ലിയും തേങ്ങയും കൂടി അരച്ചതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് കഞ്ഞി എന്ന് പറയുമ്പോൾ കുറച്ചധികം ലൂസായിട്ടുള്ളതാണ് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഞ്ഞി എന്ന് പറയുമ്പോൾ അധികം തിക്കായിട്ടുമല്ല അധികം ലൂസായിട്ടുമല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്ര വരെ നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു അരി വേവിക്കുന്ന സമയം ഉപ്പ് ചേർക്കാഞ്ഞത് പറഞ്ഞാൽ അരി വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഇതിലാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞി ഇതാ ഒരു തിള വന്ന് ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പശു നെയ്യാണ്. അപ്പോൾ പശു നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് ഹെൽത്തി ആകും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ഫാറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പോലും കൊടുക്കാം. അപ്പോൾ ഉലുവക്കഞ്ഞിയൊക്കെ ആകുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഉലുവ കുട്ടികൾ കഴിക്കുന്നത് നല്ലതാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഉലുവയൊന്നും കുട്ടികൾക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് ഈ ഉലുവയൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കഞ്ഞിയൊക്കെ വെച്ചിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടീൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഏത് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും മഞ്ഞൾപ്പൊടി ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പോയ്സണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷാംശമൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തപ്പോൾ ഒരു ഇത്തിരിയും കൂടി നമുക്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളെ കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും കഞ്ഞി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അളവിലൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോൾ രാത്രിയോ രാവിലെയോ ഏത് നേരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാം. പ്രത്യേകിച്ചിട്ട് ഇത് രാത്രി കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മളിപ്പോൾ ഉലുവക്കഞ്ഞിയൊക്കെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ നമ്മൾ എണീറ്റ പാടനെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിന്നറിന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കർക്കിടക മാസത്തിൽ തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് കഞ്ഞികളും അതുപോലെ മരുന്നുകളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ ഈ ഒരു കഞ്ഞിയും കൂടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ദിവസവും നമ്മൾ പലതരത്തിലുള്ള കഞ്ഞികൾ വെക്കുമ്പോൾ നമുക്ക് മടുപ്പും തോന്നില്ല.
ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.